സ്വാലോവിങ് അഥവാ വിഴുങ്ങൽ പ്രോസസ്സ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്വാലോവിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ ഉണ്ട്. ഇതാണ് ആ പിക്ചർ. ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എന്ത് പിക്ചറാണ്, എന്തൊരു പൊട്ട പിക്ചർ, ഒരു വൃത്തികെട്ട പിക്ചർ, ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്ത് സംഭവം എന്ന് പല രീതിയിലുള്ള ടെൻഷൻസും പല ആളുകൾക്കും ഉണ്ടാവും. പക്ഷേ പേടിക്കണ്ട, പിന്നെ എന്തിനാ മുത്തേ അറക്കൽ ജീവിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്വാലോവിങ് അഥവാ വിഴുങ്ങ നമ്മുടെ നാട്ടിലൊക്കെ മുണുങ്ങ എന്നൊക്കെ പറയും. മുണുങ്ങ. ഓക്കെ, ഇങ്ങനെ വിഴുങ്ങുന്ന പരിപാടി. ഈ വിഴുങ്ങുന്ന പരിപാടി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സിമ്പിളാണ്. ഓക്കെ, നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു 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 ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കാണ് വിഴുങ്ങൽ. ഇത് സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ആദ്യം ഈ പിക്ചർ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഈ പിക്ചറിൽ ആരൊക്കെ ഉണ്ട് നോക്കി വെക്കുക. ഒന്ന് ഫുഡ്. ഓക്കെ, പിന്നെ ടങ് നാവ്. പിന്നെ പാലറ്റ് പറഞ്ഞാൽ അണ്ണാക്ക് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുകളിലുള്ള സാധനം. എന്താ? ആ സാധനം, അതാണ് അണ്ണാക്ക്. ഇത് നാവ്, ആ നാവിൻ്റെ മുകളിലുള്ളതാണ് ഇത് അണ്ണാക്ക് അല്ലെങ്കിൽ പാലറ്റ്. പിന്നുള്ളത് ഉവുല മീൻസ് ചെറുനാക്കാണ്. ചെറുനാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നാവ് എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ വായ തുറന്നു വെക്കാം. വായ മൊത്തം തുറന്നു വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുക. വേറൊരാളെ വായിൽ നോക്കണം കേട്ടോ. നമ്മൾ വായിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാലും മതി. ഇങ്ങനെ വായ മുഴുവൻ തുറന്ന് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചാൽ ഏറ്റവും ഉള്ളിലൊരു സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അതാണ് ഉവുല അല്ലെങ്കിൽ ചെറുനാക്ക്. പിന്നെ ഫാരിങ്സ്, അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് ഉള്ളിലാണ്. ഫാരിങ്സ് അഥവാ ഗ്രസനി. പിന്നെ എപ്പിഗ്ലോട്ടിസ്, അതും ഉള്ളിലാണ്. പിന്നെ ഈസോഫാഗസ് അന്നനാളം, ഫുഡ് പാസ് ചെയ്യുന്ന റൂട്ട് അന്നനാളം. പിന്നെ ട്രക്കിയ ശ്വാസനാളം. ഓക്കെ, ഈ പേരുകളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സിമ്പിളാണ്. ഓക്കെ, ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമുള്ളൂ. ഇത് ഞാൻ അതിമനോഹരമായി സുന്ദരമായിട്ട് ഇതിനെ വളരെ ലളിതമായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ മൗത്തിൻ്റെ ഓപ്പണിങ് കേട്ടോ. മൗത്തിൻ്റെ ഓപ്പണിങ്, വായയുടെ ഓപ്പണിങ്ങിലൂടെയാണല്ലോ നമ്മൾ ഫുഡ് പറഞ്ഞേക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലഡുവിനെ നമ്മൾക്ക് ഉദാഹരണമാക്കി എടുക്കാം. മഞ്ഞ ലഡു ആയിക്കോട്ടെ. ഓക്കെ, ബഹുമാനപ്പെട്ട മഞ്ഞ ലഡു. ഓക്കെ, ഇതാണ് ബഹുമാനപ്പെട്ട ലഡു. ഇതാണ് നമ്മളെ ഫുഡ്. ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്യണം, വിഴുങ്ങണം. അപ്പോൾ ഇതാദ്യം എന്ത് ചെയ്യും, മൗത്തിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്തിൻ്റെ മുകളിലൂടെയാണ് പാസ് ചെയ്യുക, ടങ്ങിൻ്റെ, നാവിൻ്റെ മുകളിലൂടെയാണ് പാസ് ചെയ്യുക. അതേസമയം പാലറ്റ് അണ്ണാക്കിൻ്റെ താഴെയൂടെയാണ് പാസ് ചെയ്യുക. നാവിൻ്റെ മുകളിലൂടെ അണ്ണാക്കിൻ്റെ താഴെയൂടെയാണ് ഇത് പാസ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോയി ഉള്ളോട്ട് പോയിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അങ്ങനെ പോയിട്ട് ഉള്ളിലെത്തിയിട്ട് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഈ ലഡു ഇങ്ങനെ പോയി ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഫാരിങ്സ് അഥവാ ഗ്രസനി. ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേരെന്താണ്, ഫാരിങ്സ് അഥവാ ഗ്രസനി. ആ ജംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ ജംഗ്ഷനിൽ നിന്നും 3 സ്ഥലത്തേക്ക് റൂട്ടുണ്ട്. പിന്നെ ടോട്ടലി 4 റൂട്ട് ഉണ്ട് കേട്ടോ. ഒന്നത് വരുന്ന റൂട്ടാണ്, അവിടേക്ക് ഇനി എന്തായാലും തിരിച്ചു പോകില്ലല്ലോ. പിന്നെ ബാക്കി 3 റൂട്ടുണ്ട്. ഇങ്ങോട്ടൊരു റൂട്ടുണ്ട്. ഇതിങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് എങ്ങോട്ട് എത്താന്ന് ചോദിച്ചാൽ നോസ്ട്രിൽസ് അഥവാ നാസാദ്വാരത്തിലൊക്കെയാണ് എത്തുക. നാസാദ്വാരം, നോസ്ട്രിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ടതാ. മൂക്കിൻ്റെ ഈ 2 ഓട്ടയില്ലേ, ഈ ഓട്ടയിലേക്ക് എത്തുക. ഇതിൽ കൂടി പറഞ്ഞേക്കുന്ന ഫുഡ് ഇതിൽ കൂടി തിരിച്ചു വരിക. നല്ല രസം ഉണ്ടാവും, കോമഡി ആവും. ഓക്കെ, ഇതിങ്ങനെ പോയി ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നാണ് ഈ മൂക്കിന്റെ ഓട്ടയിലൂടെ തിരിച്ചിങ്ങോട്ട് വരും. ഇതാണ് നോസ്ട്രിൽസ് അഥവാ നാസാദ്വാരത്തിലോട്ടുള്ള ഒരു പാസിംഗ് ആണ് അത്. അപ്പൊ അങ്ങോട്ട് ഫുഡ് പോകാൻ പറ്റുമോ? നെഹി, അങ്ങോട്ടേക്ക് ഫുഡ് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അവിടെ ക്ലോസ് ചെയ്യണം, നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നുള്ളൊരു റൂട്ടാണിത്, ഈ റൂട്ട് ഈസോഫാഗസ് അഥവാ അന്നനാളം, പിന്നെ ട്രക്കിയ അഥവാ ശ്വാസനാളം. അപ്പോൾ ഈ റൂട്ടിലോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണല്ലോ ശ്വാസനാളം അഥവാ ട്രക്കിയ. ശ്വാസനാളത്തിലോട്ട് ഫുഡ് പാസ് ചെയ്യാൻ പറ്റുമോ? ശ്വാസനാളത്തിലേക്ക് ഫുഡ് പാസ് ചെയ്താൽ ശ്വാസം മുട്ടിയാണ് മരിച്ചും. അപ്പം അങ്ങോട്ടും പോകാൻ പറ്റൂല. പിന്നെ ആകെ പോകാൻ സ്കോപ്പുള്ളത് ഏതാ, ഇങ്ങോട്ടേക്കാണ്. ഇതാണ് ഈസോഫാഗസ് അഥവാ അന്നനാളം. അന്നം, ഫുഡിന് പാസ് ചെയ്യേണ്ട റൂട്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട ലഡുവിന് പാസ് ചെയ്യേണ്ട റൂട്ട് ഇങ്ങോട്ടാണ്, ഈ അന്നനാളത്തിലോട്ടാണ്. പക്ഷേ നമ്മൾ ലഡുവിന് ബുദ്ധിയുണ്ടോ? ഇല്ല, ലഡുവിന് ബുദ്ധിയൊന്നുമില്ല. ലഡു ഇവിടെ എത്തിയിട്ട് ലഡു ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ലഡുവിന് അറിയില്ല ഇങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊന്നും ആർക്കും അറിയില്ല, ലഡുവിന് അറിയില്ല. അപ്പോൾ ലഡു ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. എന്നിട്ട് എങ്ങോട്ടാ പോകേണ്ടത് ഇങ്ങനെ നോക്കും. അപ്പോൾ ലഡുവിൻ്റെ മൈൻഡിൽ എന്താണ്, ലഡുവിന് 3 സ്ഥലത്തോട്ടും പോകാം. അങ്ങനെ ലഡു എന്ത് ചെയ്യുന്നറിയോ, നോസ്ട്രിൽസിലേക്ക് പോകാൻ ശ്രമിക്കും. അമ്പട പുലിസു, നോസ്ട്രിൽസിലോട്ട് പോകാൻ പറ്റുമോ, നാസാദ്വാരത്തിലോട്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റത്തില്ല. അത് പ്രശ്നമല്ലേ. മൂക്കിലോട്ട് വരാൻ പറ്റുമോ? ഇല്ല. ടെൻഷൻ വിഷയമാണ്. അപ്പോൾ ഈ ഭാഗം ക്ലോസ് ചെയ്യണം. ആര് ക്ലോസ് ചെയ്യും? പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഈ ഭാഗം ക്ലോസ് ചെയ്യും സുഹൃത്തുക്കളെ. ഈ ഭാഗം ക്ലോസ് ചെയ്യാനുള്ള ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഉവുല അഥവാ ചെറുനാക്ക്. അപ്പം നോസ്ട്രിൽസിലേക്കുള്ള ഒരു പാസേജ് അടക്കുന്നത് ആരാണ്? ഉവുല അല്ലെങ്കിൽ ചെറുനാക്ക്. അതൊരു പോയിന്റാണ്, അത് ഓർത്ത് വെക്കുക.
അപ്പോൾ ഇനി രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത് പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് പോകാന്നുള്ളതാണ്. ട്രക്കിയ അഥവാ ശ്വാസനാളത്തിലോട്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഭാഗവും ക്ലോസ് ചെയ്യണം, ആ ഭാഗവും ക്ലോസ് ചെയ്യണം. ആ ഭാഗം ആര് ക്ലോസ് ചെയ്യും? പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ആ ഭാഗം ആര് ക്ലോസ് ചെയ്യും? എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യും. എപ്പിഗ്ലോട്ടിസ് ആക്ച്വലി അവിടെ എന്ത് ചെയ്യുന്നറിയോ? അവിടെ ഒരു സീസോ ആയിട്ട് പ്രവർത്തിക്കും. ഒരു 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 കിടക്ക പോലെ, ഒരു കിടക്ക ഇങ്ങനെ വെച്ച പോലെ എന്ത് ചെയ്യും? ആര് പ്രവർത്തിക്കും? ഈ എപ്പിഗ്ലോട്ടിസ് പ്രവർത്തിക്കും. എന്നിട്ട് ആ കിടക്കുമ്പോൾ കൂടി ഉരുണ്ട് ഫുഡ് എന്ത് ചെയ്യും? മെല്ലെ 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 താഴോട്ട് പോവാണ് ചെയ്യുക. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ ട്രക്കിയ ക്ലോസ് ചെയ്യുന്നത് ആരാണ്? എപ്പിഗ്ലോട്ടിസ് ആണ്. അതേസമയം നോസ്ട്രിൽസിലേക്കുള്ള പാസേജ് ക്ലോസ് ചെയ്യുന്നത് ആരാണ്? അത് ഉവുല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ ആര് ക്ലോസ് ചെയ്തു? ഉവുല ക്ലോസ് ചെയ്തു. ഇനി ഇങ്ങോട്ടേക്കും പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ ആര് ക്ലോസ് ചെയ്തു? എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഉള്ള ആകെയുള്ള ഒരു ഓപ്ഷൻ ഏതാ? ഇങ്ങോട്ടേക്ക് പോകാന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് പോകും വേണ്ടത്, കാരണം അതാണ് ഈസോഫേഗസ് അഥവാ അന്നനാളം. അങ്ങനെ ഫുഡ് നേരെ എന്ത് ചെയ്യും? ഈ ഈസോഫേഗസിലേക്ക് പ്രവേശിക്കും. ഈസോഫേഗസിലേക്ക് പിന്നെ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഒരു വേവിലേക്ക് മോഷൻ, തരംഗ രൂപത്തിലാണ് മൂവ് ചെയ്യുക. ആ തരംഗ രൂപത്തിലുള്ള മൂവ്മെൻറ്റിനെ എന്തോ ഒരു പേര് വിളിക്കും. ഈസോഫേഗസിലൂടെയുള്ള ഫുഡിൻ്റെ വേവിലേക്ക് മോഷന് അതെന്താ വിളിക്കാൻ ഞാൻ മറന്നുപോയി. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ലഡു വന്നു കഴിഞ്ഞാൽ ലഡുവിന് നോസ്ട്രിൽസിലേക്കുള്ള പാസേജ് ആര് ക്ലോസ് ചെയ്യും? ഉവുല അല്ലെങ്കിൽ ചെറുനാക്ക് ക്ലോസ് ചെയ്യും. പിന്നെ ട്രക്കിയ ശ്വാസനാളത്തിലോട്ടുള്ള പാസേജ് ആര് ക്ലോസ് ചെയ്യും? എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അന്നനാളത്തിലോട്ട്. അപ്പോൾ അതാണ് സെറ്റപ്പ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഈസോഫാഗസിലൂടെയുള്ള ആ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേര് അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. സോ സീ യു സൂൺ. വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം അറക്കൽ.